ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിവ്യ മോഹൻ. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റൈസ് കുക്കർ ഉപയോഗിച്ച് അരി വേവിച്ചിട്ട് അതിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇത് കഴുകി വൃത്തിയാക്കിയ ബസുമതി റൈസാണ്. ഞാൻ 20 മിനിറ്റോളം കുതിർത്ത് വെച്ച അരിയാണിത്. അരി കുക്കറിലേക്ക് മാറ്റുന്നു. ഞാനിന്ന് 2 കപ്പ് അരിയാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് അരിക്ക് ഞാൻ 3.5 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നു. ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ്, ഉപ്പ്, നെയ്യ്. ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നു. ഞാനിതിലേക്ക് നെയ്യ് ചേർക്കുന്നു. ഞാനിവിടെ ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഹിമാലയൻ സോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹിമാലയൻ സോൾട്ടിൻ്റെ ഒരു പിങ്ക് നിറമാണുള്ളത്. ഞാനിനി ഇതൊരു മൂടി വെച്ച് അടയ്ക്കുകയാണ്. കുക്കർ ഇപ്പോൾ ഓണാണ്. അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുക്കർ തനിയെ ഓഫായി. ഇപ്പോൾ അത് വാമിലാണ്. ചോറ് റെഡി ആയിട്ടുണ്ട്. സ്പൈസസിൻ്റെ മണവും നന്നായി വരുന്നുണ്ട്. സ്പൈസസ് ഒരുപാട് സ്ട്രോങ് ആവാതിരിക്കാൻ വേണ്ടി ഞാനിതിൽ നിന്ന് മാറ്റുന്നു. ചോറ് തണുക്കാനായി ഞാനിനി ഒരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാനിനി വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനായി ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ഉപയോഗിക്കുന്നു. പച്ചമുളക് നീളത്തിലരിയുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുന്നു. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളിയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നു. ഞാൻ ഈ വെജിറ്റബിളിനെ ഫ്രീസറിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുകയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നു. ഞാനിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ഞാനിതിനെ ഒരു മൂടി വെച്ച് അടച്ചിട്ട് വേവിക്കുന്നു. ഇന്ന് ഞാൻ ബിരിയാണി പുലാവ് മസാലയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റൗവിന് മുകളിൽ ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ചൂടായതിനു ശേഷം ഏലക്ക, പട്ട, ഗ്രാമ്പൂ എന്നിവ ഇടുക.
ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചൂടായ നെയ്യിൽ വഴറ്റുന്നു. ഇപ്പോൾ സ്പൈസസിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇതധികം മൂത്ത് പോകാതെ നോക്കണം. നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും മുളകും ഇതിലേക്ക് ഇടുന്നു. ഉള്ളിയും പച്ചമുളകും ഇതിലിട്ട് കുറച്ചു നേരം വഴറ്റുന്നു. ഉള്ളി മൂത്ത് അധികം ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന വെജിറ്റബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ നന്നായി കുക്കായി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഫ്രൈയിങ് പാനിലേക്ക് മാറ്റാം. ഞാൻ ഇതിനെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നു. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ചിരുന്ന ചോറ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ചോറിനി വെജിറ്റബിളിലേക്ക് ചേർക്കാം. ഇനി വെജിറ്റബിളും റൈസും ഉടയാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പിനായി കാഷ്യൂസും ക്രേസിൻസും നെയ്യും ആവശ്യമാണ്. ചൂടായ ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് കാഷ്യൂസ് ആഡ് ചെയ്യുക. ഇതിനെ ഫ്രൈ ചെയ്യുക. ഞാനിതിലേക്ക് ഒരല്പം റൈസിൻസ് ആഡ് ചെയ്യുകയാണ്. ബ്ലാക്ക് റൈസിൻസും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് മാറ്റാം. ഒരു ഗാർണിഷായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈസിലേക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ സെർവ് ചെയ്യാൻ റെഡിയാണ്. സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.